ഗൈസ്, അതില്ല. നമ്മളിപ്പോ റീസെന്റ് ഇറങ്ങിയ മൂവിയായ എമ്പുരാൻ കണ്ടിട്ട് ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. എന്റെ ഹെയർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആലോചിക്കണ്ട. ഞാൻ പോയപ്പോഴത്തേക്ക് നന്നായിട്ട് ബോണിറ്റെയിലൊക്കെ കെട്ടിയിട്ട് പോയായിരുന്നു. ഇപ്പൊ ഒരുമാതിരി കുമ്പള മീശ കണക്കിരിപ്പുണ്ട്. അതെന്താന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ സീറ്റിൽ ചാരി ഇരുന്നിട്ട് വരുമ്പോഴത്തേക്ക് കുറെ ഹെയറിന് ഫ്രണ്ടിൽ വരും. നമ്മളത് കാണാനല്ലോ പോകുന്നത്, നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. ഞാനിപ്പോ എമ്പുരാൻ കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്നിട്ട് അപ്പൊ തന്നെ റിവ്യൂ ഇടാൻ തോന്നി. കാരണം ഇന്ന് സൺഡേ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റില്ല. എന്തുകൊണ്ടോ സൺഡേ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഉച്ച വരെ കിടന്നുറങ്ങാൻ ഭയങ്കര സുഖമാണ്. അതുകൊണ്ട് ഞാൻ ഉച്ച വരെ കിടന്നു. ഉച്ചയ്ക്ക് ചാടി എണീച്ച് ഇന്നലെയാണ് എമ്പുരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതും ടിക്കറ്റ് കിട്ടൂലെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് സൺഡേ മാത്രമാണ് മൂവിക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റും മൂവിക്ക് പോകാൻ പറ്റുന്നത്. എന്നിട്ട് ടിക്കറ്റ് കിട്ടൂലെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് എന്തോ ഭാഗ്യമുണ്ട്, ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ പോത്തങ്കോട് MG തിയേറ്ററിൽ പോയി. ഞാനും എൻ്റെ ഒരു അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങൾ സിനിമ കണ്ടു. എനിക്ക് ഇപ്പോൾ വന്ന് കയറി ഉടനെ റിവ്യൂ ഇടാൻ വേണ്ടി ഫോൺ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയെ കുറിച്ച് ഇനി ഓപ്പൺ ആയിട്ട് പറയാം. എനിക്ക് വേറെ ഇഷ്ടക്കുറവൊന്നും തോന്നിയില്ല. കുറെ നെഗറ്റീവ് പറയുന്നവരും കാണും, പോസിറ്റീവ് പറയുന്നവരും കാണും. ഒരു സിനിമയാകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും കാണുമല്ലോ. ഇപ്പോൾ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ പോസിറ്റീവ് പറയാം. അല്ലാതെ അതെല്ലാം ഇഷ്ടപ്പെടുന്നത് അതിൽ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത ഒരു സിനിമ കാണുമ്പോഴത്തേക്കും നെഗറ്റീവ് പറയാം. കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ട്രെയിലർ പോലും സത്യം പറഞ്ഞ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ട്രെയിലർ കണ്ടത്. അത് ഒരു ഇന്റർവെൽ സമയത്താണ് അതിന്റെ ട്രെയിലർ കാണാൻ ഇടയാക്കിയത്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു സിനിമ അതുകൊണ്ട് ഞാനിപ്പോ എന്റെ കൂടെ വന്ന അവനോട് ഞാൻ പറഞ്ഞു, എന്താ ഞാൻ ലൂസിഫർ സിനിമ കാണാതെയാണ് അതിന്റെ 2 ആയ എമ്പുരാൻ കാണാൻ വന്നിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഒരു ഹൈപ്പ് വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പോയി കാണണം എന്ന് വിചാരിച്ചു പോയി കണ്ടതാണ്. സിനിമ എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. ഇഷ്ടക്കുറവൊന്നുമില്ല. ഞാനിങ്ങനെ ഫൈറ്റിംഗ് മൂവീസ് എല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ KGF പോലുള്ള സിനിമ ആയാലും മാർക്കോ, ഇതെല്ലാം എനിക്ക് എന്താ ഫൈറ്റിംഗ് മൂവി ഇഷ്ടമാണ്. ആ ഒരു മൈൻഡിൽ ഞാൻ അത് കാണാൻ വേണ്ടി പോയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള മേക്കിംഗ് അടിപൊളിയായിരുന്നു. പക്ഷേ എന്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു റോൾ ഇപ്പൊ മോഹൻലാലിന് കൊടുത്തായിരുന്നു. കാരണം എന്തുവാ, സാധാരണ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്റെ കൂടെ വന്ന് അവനും അത് പറഞ്ഞായിരുന്നു. ഞാൻ ലൂസിഫർ സിനിമ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഞാൻ അവനോട് പറഞ്ഞു, എന്റെ അനിയനോട്, എടാ ഇതില് മോഹൻലാലിനെ വലുതായിട്ട് സത്യത്തിൽ കാണിക്കുന്നില്ല. മോഹൻലാൽ എല്ലാ കാര്യത്തിലും പുറകിൽ നിന്ന് ചെയ്യുന്നതല്ലാതെ, അതായത് വലിയൊരു റോൾ അവിടെ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു, ചേച്ചി സത്യവാ, ലൂസിഫർ സിനിമയിൽ കുറച്ചുകൂടെ മോഹൻലാലിന്റെ ഒരു സംബോധന കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ സിനിമ നന്നായിരുന്നു. ഞാൻ എന്തായാലും നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് കേട്ടിട്ടാണല്ലോ സിനിമ കാണാൻ പോകുന്നത്. അത് നെഗറ്റീവ് കേട്ടിട്ട് ഞാൻ പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച അത്രയും നെഗറ്റീവ് അല്ല, എന്നാൽ വിചാരിച്ച അത്രയും പോസിറ്റീവും അല്ല. കണ്ടിരിക്കാം, ഓക്കെ പടം. പക്ഷെ ഭയങ്കര ഹൈപ്പ് കൊടുക്കാനും പറ്റില്ല, ഭയങ്കര ലോ ആയിട്ടും കൊടുക്കാൻ പറ്റില്ല. സിനിമ കൊള്ളാം. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ മേക്കിംഗ് ആയാലും ഇപ്പോൾ മഞ്ജു വാര്യർക്ക് നല്ലൊരു റോള് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് ടൈം സ്ക്രീനിൽ മഞ്ജു വാര്യർ പ്രസൻസ് ആണ്. പിന്നെ ഇപ്പോൾ പൃഥ്വിരാജ് ആയാലും മറ്റ് എല്ലാ കഥാപാത്രത്തിനും നല്ലൊരു റോൾ അതിനകത്ത് ഒരുപാട് ടൈം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്കായാലും മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ മോഹൻലാലിന് അവർ ഉദ്ദേശിക്കുന്ന പോലെ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ് മറ്റേ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്പേസിൽ അവിടെ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോ എന്റെ സ്വന്തം അഭിപ്രായമാണ്. ഇനിയിപ്പോ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമില്ല എന്ന് എനിക്കറിയത്തില്ല. സോ എനിവേ, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. മസ്റ്റായിട്ട് കാണണമെന്നോ ഞാൻ പറയത്തില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ തോന്നിയത് കാണാം, കാണണ്ട. ബട്ട് സിനിമ ബൈ.